ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ 2 ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ 45 പേര് 47 പേരൊക്കെ കണ്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ തന്നെ ആയിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബേസിക്സ് ആണ് എടുത്തിരുന്നത്. പിന്നീട് രണ്ടാമത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്ററിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ നമ്മൾ ചാപ്റ്റർ എടുത്ത് തുടങ്ങുകയാണ്. 2 പാരഗ്രാഫ് കഴിഞ്ഞു. It was an interesting story of an old man and his granddaughter Tara, and I told you to write answers of 2 questions. Where were all the paddy fields? And second one, what did the old man see one day? I think you all have done your homework. Okay, what are the answers? First answer is on the top of the mountain, and second is the sea going back. Okay, right? Are you right? Okay. എല്ലാവരും ചെക്ക് ചെയ്യുക, നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കുക. എന്നിട്ട് എല്ലാവരും അതിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം ഉറപ്പ് വരുത്തുക. ആ ഫീൽഡ് വയലുകൾ ഉണ്ടായിരുന്നത് മലമുകളിലായിരുന്നു. രണ്ടാമത്തത് അദ്ദേഹം കണ്ട കാഴ്ച എന്തായിരുന്നു? കടൽ പിൻവാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാണല്ലോ പറഞ്ഞത് അല്ലേ? ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കാം. വളരെ രസകരമായ ഒരു കഥയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. There was a grandfather and a grandson. They were living in the top of the mountain, and other villages are in the seashore. One day the father saw suddenly the sea is going back. A lot of hundreds of shiny shells and starfishes could seen on the seabed. കടൽ തീരത്ത് കടൽ പിൻവാങ്ങിയപ്പോൾ ഒരുപാട് സ്റ്റാർ ഫിഷുകളും മറ്റും ഷൈനി ഷെല്ലുകളൊക്കെ കണ്ടു. ആളുകൾ അത് കാണാൻ വേണ്ടി ഓടിക്കൂടി. ഇത് ഇവിടെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ? ഇനി തേർഡ് പാരഗ്രാഫ്. The old man put his hand to his eyes and looked again. He had never seen such a thing before. He remembered things that his own grandfather told him when he was a boy. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ വായിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. He knew all the stories of the sea. Suddenly he turned and ran to the house. Tada, tada. മകനെ വിളിക്കണല്ലേ, tada. He cried, bring a brand from the hearth. ഒരു പാരഗ്രാഫ്, മൂന്നാമത്തെ പാരഗ്രാഫ് എന്താ പറഞ്ഞേ? The old man put his hands to his eyes and look again. And he looked again and again. He want to know what is happening here. He saw the sea is going back again and again, and people are running towards the sea to collect the starfish and shells. ആളുകൾ കടലിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. കടലാണെങ്കിൽ ഉള്ളിലേക്ക് കടൽ അങ്ങോട്ട് പിൻവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ വീണ്ടും നോക്കി. He remembered things that his own grandfather told him. ഇദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ when he was a boy, ഇദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു കൊടുത്തിരുന്ന കഥകളൊക്കെ ഇയാൾക്ക് ഓർമ്മ വന്നു. He knew all the stories of the sea. അതിന് മുത്തച്ഛൻ ഈ കടൽ തീരത്ത് ജീവിച്ച ഒരാളായതുകൊണ്ട് കടലുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളും ആർക്കറിയാം? all the stories of the sea. The old man know that the stories of sea. He knew all the stories of the sea. Suddenly he turned and ran to the house. പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തതുപോലെ അദ്ദേഹം തിരിഞ്ഞ് വീട്ടിലേക്ക് ഓടി. ടാഡ, ടാഡ. നീ താഡ വിളിക്കുന്നത് എങ്ങനെയാവാം? പേരാണ്. ടാഡാന്നോ താതാന്നോ എങ്ങനെയാവാം? He cried. ഉറക്കെ മകനെ വിളിച്ചു, കൊച്ചുമകനെ വിളിച്ചു. Bring a brand from the hearth. hearth എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അടുപ്പ് എന്ന് വേണേൽ പറയാം. നെരിപ്പോട്, അടുപ്പ് എന്നൊക്കെ പറയുന്നതാണ്. അടുപ്പിൽ നിന്നും ബ്രാൻഡ് മീൻസ് ഒരു വിറക് കൊള്ളി, തീ കത്തുന്ന ഒരു കൊള്ളി വിറക് കഷ്ണത്തിനൊക്കെയാണ് എന്താ പറയുക? ബ്രാൻഡ്. എ പീസ് ഓഫ് ഫ്രം ദ വുഡ് എന്നാണ്, പീസ് ഓഫ് വുഡ് ഫ്രം ദ ഹാർത്ത്. ഒരു വിറക് കൊള്ളി എടുത്ത് ഓടി വരൂ എന്ന് പറഞ്ഞു. ബ്രിങ് മീൻസ് കൊണ്ടുവരിക. ബ്രിങ് കൊണ്ടുവരിക എഴുതിയിട്ടുണ്ടാവും അല്ലേ?
Tada did not know. Next paragraph. Tada did not know why his grandfather wanted fire. He was a good boy. He always obeyed, so he ran quickly and brought the brand. The old man took it and ran towards the rice field. Tada ran after him. To his great horror, he saw his grandfather set fire to the dry paddy field. Oh, grandfather, grandfather, screamed the little boy. What are you doing? The old man said nothing. He went on setting fire to the ripe rice field. ഒന്നുകൂടെ ശ്രദ്ധിക്കാം ബാക്കി നെക്സ്റ്റ് പാരഗ്രാഫ്. ടാഡ ഡിഡ് നോട്ട് നോ why his grandfather wanted fire. The grandfather asked the boy to bring a brand from the hearth. അടുപ്പിൽ നിന്നൊരു തീ കൊണ്ടുവരാൻ പറഞ്ഞു. He did not know why. What is the reason? Okay, he was good boy. He was a good boy. This grandson was a good boy, and he always obeyed. Obey means അനുസരിക്കുക. എപ്പോഴും മുത്തച്ഛൻ പറഞ്ഞത് അനുസരിക്കുന്ന ഒരു കുട്ടിയാണ്. സോ ഹി ഓൾസോ ഒബെയ്ഡ് ദിസ് ഓർഡർ ഓൾസോ. സോ ഹി റാൻ ക്വിക്ലി ഹി റാൻ സ്പീഡ് ആൻഡ് ബ്രോട്ട് ദ ബ്രാൻഡ്. ബ്രോട്ട്. ബ്രിങ്ങിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, ബ്രോട്ട് കൊണ്ടുവന്നു. ഹി ബ്രോട്ട് ദി ബ്രാൻഡ്, വിറകുള്ളി കൊണ്ടുവന്നു. ദ ഓൾഡ് മാൻ ടുക്ക് ഇറ്റ് ആൻഡ് റാൻ ടുവേർഡ്സ് ദി റൈസ് ഫീൽഡ്. അതെടുത്ത് നേരെ വയലിലേക്ക് ഓടി മുത്തച്ഛൻ. Tada ran after him. The granddaughter also followed him. Grandson also follow him. ഈ മകനും അവനെ അദ്ദേഹത്തെ പിന്തുടർന്നു. To his great horror. അത്ഭുതം എന്ന് പറയട്ടെ, അതൊരു പ്രയോഗമാണ്. ഹൊറർ എന്ന് പറഞ്ഞാൽ പേടി എന്നാണ്. അത്ഭുതം, പേടി എന്നൊക്കെ പറയാം. To the great horror he saw. ഈ മകന് അത്ഭുതം കോർത്തോട് കാണുന്ന കാഴ്ച, ഹിസ് ഗ്രാൻഡ് ഫാദർ സെറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ തീ കൊളുത്തുക, തീ കത്തിക്കുക എന്നൊക്കെയാണ്. സെറ്റ് ഫയർ അങ്ങനെ പറയാം. സെറ്റിംഗ് ഫയർ, തീ കത്തിക്കുന്നതിന്, തീ കൊളുത്തുന്നതിന് എന്താ പറയുക? സെറ്റ് ഫയർ ടു ദ ഡ്രൈ പാഡി ഫീൽഡ്. ആ ഉണങ്ങി നിൽക്കുന്ന, ഡ്രൈ ആയി കിടക്കുന്ന പാഡി ഫീൽഡ്, നെൽവയലിന് തീ കൊളുത്തി. ഓ ഗ്രാൻഡ് ഫാദർ സ്ക്രീം ദ ലിറ്റിൽ ബോയ്. ഈ ചെറിയ കുട്ടി അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു, മുത്തച്ഛൻ എന്താ നിങ്ങൾ ചെയ്യുന്നത്? What are you doing? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? The old man said nothing. He went on setting fire to the ripe rice field. The old man said nothing. മകനെ വിളിച്ചു ചോദിച്ചപ്പോഴും അച്ഛനൊന്നും മറുപടി പറഞ്ഞില്ല. He went on ഒന്ന് അണ്ടർലൈൻ ചെയ്യാമായിരിക്കും. went on. നമുക്ക് എക്സാമിനൊക്കെ വരുന്നതാണ്. പിന്നീട് നമ്മൾ ക്ലാസ്സിൽ നിങ്ങളൊക്കെ നേരിട്ട് എൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിലെ മറ്റൊരു സമയത്ത് നിങ്ങൾക്ക് ഈ ഭാഗം പഠിപ്പിച്ചു തരും. അപ്പോൾ എന്തായാലും നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേക്ക്. went on. went means the past of go on. I am going on my class. You are going on watching my class. You are going on listening my class. Ready ആണോ? go on means continue. go on, went on, continue. അതൊരു ഫ്രൈസൽ വേർബ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഫ്രൈസൽ വേർബ് നിങ്ങൾക്ക് എല്ലാവരും അറിയാം. രണ്ട് വാക്കുകൾ ചേർന്ന ഒരു വേർബും ഒരു പ്രിപ്പോസിഷനൊക്കെ ചേർന്നുണ്ടാകുന്ന വേർബിനാണ് എന്താ പറയുക? ഫ്രൈസൽ വേർബ്. ഇതൊരു ഫ്രൈസൽ വേർബാണ്. ദ ഓൾഡ് മാൻ സെറ്റ് നത്തിങ്. ഹി വെൻറ്റ് ഓൺ സെറ്റിംഗ് ഫയർ ടു ദ റൈപ്പ് റൈസ് ഫീൽഡ്. റൈപ്പ് മീൻസ് പാകമായ, വിളവെടുക്കാൻ പാകമായി നിൽക്കുന്ന വയലിൽ തീ കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂയിങ് ഹിസ് വർക്ക്, ഹിസ് പ്രോസസ്, ഹിസ് ആക്ഷൻ ഓർ സെറ്റിംഗ് ദ ഫയർ. തീ കത്തിക്കുന്നത് അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. മകൻ വിളിച്ചു ചോദിക്കുന്നതൊന്നും അച്ഛൻ ശ്രദ്ധിച്ചതേ ഇല്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? The old man said nothing. The Tada thought his dear grandfather had lost his mind, and he began to sob. Soon the field was ablaze. The thick black smoke began to rise up. It rose like a cloud, black and fierce. And the villagers saw from the below that their precious rice fields were on the fire. How they ran! Men, women, and children climbed the mountain, running as fast as they could to save their field. Not one soul stayed behind the village below. Okay, ശ്രദ്ധിച്ചോളൂ.
Tata thought his dear grandfather had lost his mind. അത് പ്രയോഗമാണ്. അദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോയി, ലോസ്റ്റ് ഹിസ് മൈൻഡ്, അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് മകൻ വിചാരിച്ചത്. ആൻഡ് ബിഗാൻ ടു സോബ്. സോബിങ് മീൻസ് ക്രൈങ്. സോബ് മീൻസ് ക്രൈ. ഹി സ്റ്റാർട്ടഡ് ക്രൈങ്. ദ ബോയ് സ്റ്റാർട്ടഡ് ക്രൈങ്. ഈ കുട്ടി കരയാൻ തുടങ്ങി. മുത്തച്ഛൻ്റെ ഈ പ്രവൃത്തി കണ്ട് മകന് ടെൻഷനായി, അവൻ കരയാൻ തുടങ്ങി. സോൺ ദ ഫീൽഡ് വാസ് അബ്ലേസ്. പെട്ടെന്ന് ബ്ലേസ്, ആകെ ആളിപ്പടർന്ന് കത്തിപ്പിടിക്കാൻ തുടങ്ങി. ദ തിക്ക് ബ്ലാക്ക് സ്മോക്ക്, കട്ടിയുള്ള കറുത്ത പുകകൾ began to rise up. Rise means ഉയരുക, ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. നല്ല കറുത്ത പുക ഉയർന്നു. It rose like a cloud. കണ്ടാൽ അത് മേഘം പോലെയുണ്ട്. ബ്ലാക്ക് ആൻഡ് ഫ്യൂസ്, തുളച്ചു കയറുന്ന കറുത്ത പുക അവിടെ ഉയർന്നു പൊന്നുന്നത് പോലെ അയാൾക്ക് തോന്നി. ഫ്യൂസ് മീൻസ് വെരി ഹാർഡ്, സ്ട്രോങ് ആൻഡ് എന്നർത്ഥം. വളരെ ഹാർഡായ പുക, കറുത്ത പുക പൊന്തി പോകുന്നത് ആളുകൾക്ക് കാണാനിടയായി. ആൻഡ് ദ വില്ലേജസ് സോ ഫ്രം ദ ബിലോ. അവർ കടൽ തീരത്താണുള്ളത്, ഗ്രാമീണരൊക്കെ. അവർ ഈ കാഴ്ച കണ്ടു. ദാറ്റ് ദേ ആർ പ്രീഷ്യസ്. ഉണ്ടോ, പ്രീഷ്യസ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ലേ, ഒന്ന് കട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ വാക്ക് ശ്രദ്ധിക്കണം, പുതിയ വേർഡാണ്. പ്രീഷ്യസ് മീൻസ് വിലപിടിപ്പുള്ള, അവരുടെ ഏറ്റവും മൂല്യവത്തായ. ദ റൈസ് ഫീൽഡ് വേർ ഓൺ ദി ഫയർ. അവരുടെ ഏറ്റവും മൂല്യപിടിപ്പുള്ള റൈസ് ഫീൽഡ് തീ പിടിച്ചിരിക്കുന്നു, അതിന് തീ പിടിച്ചിരിക്കുന്നു. ഹൗ ദേ റാൻ. അവരിങ്ങനെ ഓടിയതെന്നറിയില്ല. മെൻ, വുമൻ ആൻഡ് ചിൽഡ്രൻ, കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും. ദർ ക്ലൈംബ് ദ മൗണ്ടെയിൻ, ഓടി മല കയറി. റണ്ണിങ് ആസ് ഫാസ്റ്റ് ആസ് ദെസ് കുഡ്. അവർക്ക് കഴിയുന്നത്ര വേഗതയിൽ അവർ ഓടിക്കയറി. എന്തിനാ? ടു സേവ് ദെയർ ഫീൽഡ്. വയലിൽ തീ പിടിച്ചതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഓടിക്കയറി. നോട്ട് വൺ സോൾ സ്റ്റേഡ് ബിഹൈൻഡ് ഇൻ ദ വില്ലേജ് ബിലോ. താഴെ ഗ്രാമത്തിൽ ഒരു ആത്മാവ് പോലുമില്ല. സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവ്, എന്നാൽ ഒരു മനുഷ്യൻ പോലും ഇപ്പോൾ താഴെയില്ല, എല്ലാവരും മുകളിലേക്ക് ഓടിക്കയറി. ആൻഡ് വെൻ ദേ കെയിം ടു ദ മൗണ്ടെയിൻ ടോപ്പ്, അവർ മലമുകളിലെത്തിയപ്പോൾ, ആൻഡ് സോ ദ ബ്യൂട്ടിഫുൾ റൈസ് ക്രോപ്പ് ഓൾ ഇൻ ഫ്ലെയിം. മനോഹരമായ ആ വിളവ്, ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വിളവുകളൊക്കെ, ഇങ്ങനെ വിളവുകൾ എന്തായി നിൽക്കുന്നത്, തീ പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ദേ ക്രൈഡ് ബിറ്റർലി. അവരെല്ലാവരും മലറി വിളിച്ച് കരയാൻ തുടങ്ങി. ഹു ഹാസ് ഡൺ ദിസ് തിങ്സ്. ആരാ ഇത് ചെയ്തതെന്ന് വിളിച്ചു ചോദിച്ചു. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ. ഇതെങ്ങനെ സംഭവിച്ചു, അവർക്കറിയണം. ഇതെന്താ സംഭവിച്ചത്, ആരാണിത് ചെയ്തതെന്ന് അവർ അലറി വിളിച്ച് ചോദിച്ചു. ഐ ഡിഡ് സെഡ് ദ ഓൾഡ് മാൻ. ആ വൃദ്ധൻ പറഞ്ഞു, ഇത് ചെയ്തത് ഞാനാണ്. വെരി സോളൻലി, നല്ല ധൈര്യത്തോടെ പറഞ്ഞു. ആൻഡ് ദ ബോയ് സോബ്ഡ്. അപ്പോഴും കുട്ടി കരയുകയാണ്. ഗ്രാൻഡ് ഫാദർ സെറ്റ് ഫയർ. കുട്ടി വിളിച്ച് പറഞ്ഞു, എൻ്റെ മുത്തശ്ശനാണ് അതിനെ തീ കൊടുത്തിയത്. ഓക്കെ, ഇനി